Welcome students, welcome to your science class. In this class we are going to study a new chapter, animals living and surviving. Animals living and surviving. All of you look at the board. So animals living and surviving. We are going to discuss about adaptation. Discuss a new term, adaptation. Adaptation. What is the meaning of adaptation? It is the process of changing to suit their surroundings. The process of changing to suit their surrounding is called adaptation. The spelling, you have to study the spelling also. A-D-A-P-T-A-T-I-O-N. Okay, adaptation. Okay, write and study the spelling. So it is the process of changing to suit their surrounding is called adaptation. You have to write and study this. Okay, the process of changing to suit their surroundings. The process of changing to suit their surrounding is called adaptation. So underline that portion in your textbook also. എന്താണ് ഈ അഡാപ്റ്റേഷൻ? സോ നമുക്കറിയില്ലേ, പണ്ട് നമ്മുടെ എർത്ത് ഉണ്ടായപ്പം we know that dinosaurs were there. So now we cannot see that animals. So why? അവർ എർത്ത് നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി അല്ലേ? എന്തുകൊണ്ടാണ്? സോ അക്കോർഡിംഗ് ടു സയൻറ്റിസ്റ്റ്, ബിക്കോസ് ഓഫ് ദാറ്റ് കോൾഡ് കണ്ടീഷൻ. അപ്പോൾ പണ്ട് കോൾഡ് അറ്റ്മോസ്ഫിയർ ഉള്ള ടൈമിൽ അവർക്ക് അത് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ദേ കനോട്ട് സർവൈവ് ദാറ്റ് കോൾഡ് ക്ലൈമറ്റ്. അപ്പോൾ ക്ലൈമറ്റിൽ ചേഞ്ച് വന്നു. ദാറ്റ് കോൾഡ് ക്ലൈമറ്റ്, ദേ കനോട്ട് സർവൈവ് ദാറ്റ് കോൾഡ് ക്ലൈമറ്റ്. അങ്ങനെയാണ് അവർ എക്സ്റ്റിങ്ക്റ്റ് ആയതെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആനിമൽസ് എക്സ്റ്റിങ്ക്റ്റ് ആവുന്നത്? കാരണം അവർക്ക് ആ നേച്ചറുമായിട്ടുള്ള ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ, അഡാപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരിക. അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പം അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ആനിമലോ ആ ജീവിവർഗം എന്താവും? എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോവും, ഇല്ലാതെയായിപ്പോവും. ഈ എർത്തുനിന്ന് ഇല്ലാതെയായിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യണം? നേച്ചറുമായിട്ട് എപ്പോഴും എന്ത് ചേഞ്ച് വന്നാലും അഡാപ്റ്റ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം. അങ്ങനെ കഴിവുള്ളവരെ എന്ത് ചെയ്യുള്ളൂ? അടുത്ത തലമുറയായിട്ട് സർവൈവ് ചെയ്യുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇനിയിപ്പോൾ ഒരു എക്സ്ട്രീം കോൾഡ് കണ്ടീഷൻ ആണെങ്കിൽ ഹ്യൂമൻസിൻ്റെ കേസ് നമ്മൾ നോക്കാം. വി ഹ്യൂമൻസ് ക്യാൻ അഡാപ്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ സിറ്റുവേഷനും അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം നിലനിന്നത് അല്ലേ? കോൾഡ് ക്ലൈമറ്റ് ആണെങ്കിൽ വി യൂസ് വൂൾ ആൻഡ് ക്ലോത്ത്സ്. അങ്ങനെ എന്താണോ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മളത് ചെയ്തിട്ട് നമ്മൾ സർവൈവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ മാത്രമല്ല, എല്ലാ ആനിമൽസും അങ്ങനെ ചെയ്യുന്ന എല്ലാ ആനിമൽസും എന്ത് ചെയ്യുള്ളൂ? സർവൈവ് ചെയ്യൂ. അങ്ങനെ ചെയ്യാത്തവർ സർവൈവ് ചെയ്യൂല. ഓക്കെ, അപ്പോൾ എല്ലാ ആനിമൽസും അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നതിനെ കൊണ്ടാണ് ആ ഏരിയയിൽ അത് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ആനിമൽസിൻ്റെ ആ കഴിവിനെയാണ് എന്ത് പറയുന്നത്? അഡാപ്റ്റേഷൻ. ക്ലിയർ? ദ പ്രോസസ് ഓഫ് ചേഞ്ച് ചെയ്യാണ് അവരെ ടു സ്യൂട്ട് ദെയർ സറൗണ്ടിങ്സ്. ആ ചുറ്റുപാടുമായിട്ട് എന്ത് ചെയ്യാൻ? സ്യൂട്ട് ചെയ്യാൻ, ഇണങ്ങി ചേർന്ന് പോകാൻ. അപ്പോൾ ആ ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്? അഡാപ്റ്റേഷൻ. ക്ലിയർ? സോ അഡാപ്റ്റേഷൻ ടു എൻവയോൺമെൻറ്റ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹാബിറ്റാറ്റ്. അപ്പോൾ the natural home of an animal. It is the natural home of an animal. ഒരു ആനിമലിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹോമിനെയാണ് എന്ത് പറയുക? അതിൻ്റെ ഹാബിറ്റാറ്റ്. ക്ലിയർ ആണോ? സോ അങ്ങനെ ആ നാച്ചുറൽ ഹോം വെച്ച് അതിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടെറസ്ട്രിയൽ ആനിമൽ. All of you look at the board. Okay. What are the example? Horse, lions, camels, humans, അല്ലേ? കുറേ ആനിമൽസ് ഉണ്ട് അല്ലേ, എക്സെട്ര. These all are terrestrial animal. What do you mean by terrestrial animal? All of you look at here. Animals that lives on land. അപ്പോൾ ലാൻഡിൽ താമസിക്കുക. അപ്പോൾ ഹാബിറ്റാറ്റ് നോക്കുക. ഓൾ ഓഫ് യു. ദ നാച്ചുറൽ ഹോം ഓഫ് ആൻ ആനിമൽ. അപ്പോൾ ആ ഹാബിറ്റാറ്റ് വെച്ചിട്ടാണ് ഫസ്റ്റ് വൺ ടെറസ്ട്രിയൽ ആനിമൽ അല്ലേ? ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ഹിയർ. ടെറസ്ട്രിയൽ ആനിമൽ എന്തുകൊണ്ടാണ്? അതിൻ്റെ ഹാബിറ്റാറ്റ്. അപ്പോൾ അതിൻ്റെ ഹാബിറ്റാറ്റ് എന്താണ്? ആ ലാൻഡിലാണ് അത് താമസിക്കുന്നത്. അപ്പോൾ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഹോമാണ്. അതിൻ്റെ നാച്ചുറൽ ഹോം ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്താണ്, ലാൻഡിലാണ് അത് താമസിക്കുന്നത്. അപ്പം ആനിമൽസ് ദാറ്റ് ലീവ്സ് ഓൺ ലാൻഡ്. ക്ലിയർ? അപ്പോൾ അവർക്കുള്ള ഫീച്ചേഴ്സ്, വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ഫീച്ചേഴ്സ് ഓഫ് ദാറ്റ്. ലെഗ്സ് ടു മൂവ്. ദേ ഹാവ് ലെഗ്സ് ടു മൂവ്. ലാൻഡിൽ ജീവിക്കണമെങ്കിൽ അല്ലേ, അതിനുള്ള അഡാപ്റ്റേഷനാണ് ലെഗ്സ്. അപ്പോൾ ലെഗ്സ് ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മൂവ് ചെയ്യാൻ, ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ വാട്ട് വി നീഡ് ലെഗ്സ് ടു മൂവ് അല്ലേ? അപ്പോൾ ആ ലെഗ്സ്
ഉണ്ടെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മൂവ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫുഡ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ? ഫുഡിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഫുഡ് കിട്ടിയാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ സർവൈവ് ചെയ്യാനുള്ള ഫസ്റ്റ് വണ്ണാണ് ഈ ടെറസ്ട്രിയൽ ആനിമൽസിന് വേണ്ട അഡാപ്റ്റേഷനിലുള്ള ആ ഒരു മോഡിഫിക്കേഷൻ ആണല്ലേ ലെഗ്സ് ടു മൂവ്. നെക്സ്റ്റ് ലങ്സ് ടു ബ്രീത്ത്. അപ്പോൾ ലങ്സ് മീൻസ് നമുക്കറിയാലേ ബ്രീത്ത് ചെയ്യാൻ നമുക്ക് ലങ്സ് വേണം അല്ലേ? ലങ്സ് ടു ബ്രീത്ത്. നെക്സ്റ്റ് വൺ വെൽ ഡെവലപ്ഡ് സെൻസ് ഓർഗൻ ആൻഡ് നെർവസ് സിസ്റ്റം. So what we need? Well developed sense organ and nervous system. എന്തിനാണ്? ചുറ്റുമുള്ള കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ. ടു സെൻസ് ദ സറൗണ്ടിങ്സിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വി നീഡ്? വെൽ ഡെവലപ്ഡ് സെൻസ് ഓർഗൻ ആൻഡ് നെർവസ് സിസ്റ്റം അല്ലേ? അപ്പോൾ ഒരു ആനിമൽ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, ലാൻഡിലാണ്. സോ സെൻസ് ഓർഗൻസ് ഫുള്ള് വർക്ക് ചെയ്തില്ലേ നമ്മൾ അവിടെ തന്നെ നിൽക്കൂ അല്ലേ? നമ്മൾ അറ്റാക്ക് ചെയ്ത് നമ്മൾ സർവൈവ് ചെയ്യില്ല. അപ്പോൾ അതേപോലെ സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വെൽ ഡെവലപ്ഡ് ആയ സെൻസ് ഓർഗൻസും നെർവസ് സിസ്റ്റവും വേണം. അപ്പോൾ ഈ കണ്ണ് കണ്ടാൽ വേഗം ബ്രെയിനിന് മെസ്സേജ് അയക്കണം. ഒറ്റയടിക്ക് നമ്മൾ അതിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കണം. നമ്മളെ സ്കിന്ന് സെൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല, തണുപ്പ് സെൻസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താവും? നമ്മൾ അവിടെ കിടന്ന് ഡെഡായി പോകും അല്ലേ? തണുത്ത് ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ ലോ ആയിട്ട് നമ്മൾ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് വേണം? വി നീഡ് വെൽ ഡെവലപ്ഡ് സെൻസ് ഓർഗൻസ് വേണം അല്ലേ? ചൂടറിയാൻ കഴിയണം, തണുപ്പ് അറിയാൻ കഴിയണം, നമ്മൾ ചുറ്റുള്ള വേദനകൾ അറിയാൻ കഴിയണം, കാര്യങ്ങളും കേൾക്കുന്നതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ആക്ഷൻ അല്ലേ വേഗത്തിൽ ആക്ട് ചെയ്യാൻ കഴിയണം. സോ ദാറ്റ് ഈസ് ആ ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു മോഡിഫിക്കേഷനാണ്. ഇനി അതിലൊരു എക്സാമ്പിളാണ് സ്നേക്ക്. ഡു നോട്ട് ഹാവ് ലെഗ്സ്. അവർക്ക് ലെഗ്സ് ഇല്ല. സോ ഹൗ ക്യാൻ ദേ സർവൈവ് അല്ലേ? അവരെങ്ങനെ മൂവ് ചെയ്യും, എങ്ങനെ ഫുഡ് ചെയ്യും? അപ്പോൾ ദേ ഹാവ് പ്ലേറ്റ്സ് ഓർ സ്കെയിൽസ്. അവർക്ക് എന്താണുള്ളത്? ദേ ഹാവ് പ്ലേറ്റ്സ് ഓർ സ്കെയിൽസ് ഉണ്ടാവും, ബോഡിയിൽ സ്കെയിൽസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? അവരിങ്ങനെ ക്രോൾ ചെയ്യുക, ഇഴഞ്ഞിട്ട് മൂവ് ചെയ്യാം അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് അത് ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയും, എഴയാൻ കഴിയും. ദാറ്റ് ഹെൽപ്പ് ദം ടു ക്രോൾ അല്ലേ? ക്രോൾ എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു പോകുന്നതിനാണ് കേട്ടോ പറയാം. അപ്പോൾ സ്നേക്സിന് ലെഗ്സ് ഇല്ലെങ്കിലും അവർ ഇഴഞ്ഞു പോകുന്നതാണ്, അങ്ങനെ മൂവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ പോളാർ ബിയർ ആൻഡ് ആർട്ടിക് ഫോക്സസ്. അപ്പോൾ ദേ live in cold region അല്ലേ? എർത്തിലെ കോൾഡ് ആയിട്ടുള്ള പ്ലേസസ്, കോൾഡ് റീജിയൻസിൽ ജീവിക്കുന്നവരാണ് പോളാർ ബിയർ ആൻഡ് ആർട്ടിക് ഫോക്സസ് അല്ലേ? അപ്പോൾ അവർക്കുള്ള അഡാപ്റ്റേഷൻ ആണ്. സോ ദേ ലിവ് ഇൻ കോൾഡ് റീജിയൻ അല്ലേ? നെക്സ്റ്റ് വൺ ദേ ഹാവ് ഫർ ഓൺ ദിയർ ബോഡീസ്. ഫർ മീൻസ് അല്ലേ രോമക്കുപ്പായ അല്ലേ? ദേ ഹാവ് ഫർ ഓൺ ദിയർ ബോഡീസ്. വൈ ദേ ഹാവ് ദിസ് ഫർ അല്ലേ? എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? ടു കീപ് ദം വാം അല്ലേ? അപ്പോൾ അവരെവിടെയാണ് ജീവിക്കുന്നത്? ദേ ലിവ് ഇൻ കോൾഡ് റീജിയൻ. ടു കീപ് ദം വാം അല്ലേ? അവരെ ബോഡി ടെമ്പറേച്ചറൊക്കെ അവർക്ക് ചൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണം? അവർക്ക് ഫർ ഓൺ ദിയർ ബോഡീസ് അല്ലേ? സാധാരണ ഉള്ള ആനിമൽസിനും കുറച്ച് കൂടുതൽ നീളമുള്ള അല്ലേ രോമങ്ങളും കട്ടിയുള്ളതോ ആയിരിക്കും. അപ്പോൾ എന്തിനു വേണ്ടി? ടെമ്പറേച്ചർ ബോഡിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഫാറ്റ് അണ്ടർ ദിയർ സ്കിൻ. എന്തിനാണ് അവരെ ബോഡീൻ്റെ അടിയിൽ നല്ലോണം ഫാറ്റ് ഉള്ളത്? ദേ സ്റ്റോർ ദ ഫാറ്റ് അണ്ടർ ദിയർ സ്കിൻ. അവരുടെ സ്കിന്നിൻ്റെ ഒക്കെ അടിയിൽ അവർ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കും. വൈ? യൂസ് ആസ് ഫുഡ് ഇൻ വിൻ്റർ ടൈമിൽ ഫുഡിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, these are some adaptation of terrestrial animals. Okay, once more all of you look at adaptation. Okay, the process of changing to suit their surrounding is called adaptation. Clear? So adaptation to environment, you have to study this too you have to write and study. Habitat and adaptation. Okay, habitat. Okay, habitat, the natural home of an animal. The random 5 you have to write 5 or 6 times and write and study. Okay, next one terrestrial animals. Horse, lion, camel, etc. whatever you can write. Okay, animals that lives on land. So they have legs to move, lungs to breathe, well developed sense organ and nervous system to sense the surroundings. Next, snakes do not have legs, they have plate or scale that help them to crawl. Area വേണ്ടിയിട്ട് plates of scales ഉണ്ടാവും. Then polar bear and arctic foxes, they live in cold region, they have fur on their bodies and fat under their skins. Okay, so in next class we will discuss more about this terrestrial animals. You have to write and study all these things. Okay, you have to read the textbook 3 or 4 times. ടെക്സ്റ്റ് വായിക്കാതെ മുന്നോട്ട് പോകില്ല, നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക എന്ന് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ we will discuss this terrestrial animals in next class. Okay, thank you.